ഹായ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൻ്റെ കമൻറ്റ് വഴി ഒരാൾ ചോദിച്ചിരുന്നു, അതായത് നമ്മൾ ഈ ഫോം സബ്മിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് അതുപോലെ തന്നെ HTML CSS ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫോം സബ്മിഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫോം എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ തന്നെ നമുക്കറിയാം, ഫോം വാലിഡേഷൻ കേട്ടോ. സബ്മിഷൻ ഉദ്ദേശിക്കുന്നത് വാലിഡേഷൻ ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്ത് ഡാറ്റ എങ്ങനെ റിക്കവർ ചെയ്യുക എന്നുള്ളത് കൂടി നമുക്ക് പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് വെബ്സൈറ്റ്, ഒരു നോർമൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കോൺടാക്ട് അസ് പേജ് ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അല്ലെങ്കിൽ എൻറോൾ ആവും. ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റിന് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ, സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺസ് മീൻസ് ഇൻപുട്സ് ഉണ്ടാവും. ആ ഇൻപുട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. ഓക്കെ, ആദ്യം നമ്മൾ വാലിഡേഷൻ ചെയ്യും. വാലിഡേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ സബ്മിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഡാറ്റ എടുക്കുക, അതായത് ഗെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, കോഡിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ആദ്യം തന്നെ കുറച്ച് കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഡിസൈന് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫോം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മീൻസ് HTML വെബ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഫോം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് വെച്ച് ചെയ്യുക. ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ബേസിക് ഫോം. ഓക്കെ, നമുക്കൊന്ന് പോയി കണ്ട. ഇതാ എൻ്റർ നെയിം, എൻ്റർ പാസ്വേഡ് എന്ന് വെച്ചിട്ട് ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോം ഉണ്ടാക്കുക. ഇതുപോലെ നെയിം, പാസ്വേഡ്, ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഫോം എന്നുള്ള ഒരു ടാഗ് ഉണ്ട്. ആ എലമെൻ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ടാഗ് എലമെൻ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഫോമൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഉപയോഗിച്ചത് ടേബിളാണ്. ഓക്കെ, ടേബിൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എനിക്ക് ഈ ഒരു സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേബിൾ ഉപയോഗിച്ചത്. ആ ടേബിൾ ഉപയോഗിച്ചതിന് ശേഷം ടേബിളിൻ്റെ എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് ടേബിൾ എന്നുള്ള ടാഗിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, ആ എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് ഈ TR അതുപോലെ TD ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പിന്നെ ഈ TR എന്താ വെച്ചാൽ നമുക്ക് റോ വൈസാണ്, അതായത് ടേബിൾ റോ എന്നാണ്. അപ്പോൾ റോ വൈസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു നെയിമും പിന്നെ അതിന് ശേഷം ഒരു ഇൻപുട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റോ ഉപയോഗിച്ചത്. റോ എന്ത് ചെയ്തു, ഈ TD എഴുതിയിട്ട്, TD എന്താ വെച്ചാൽ നമ്മുടെ സെല്ല് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ടേബിൾ ഓരോന്നില്ലേ, അതായത് കോളം വൈസും റോ വൈസും നമുക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ TD ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇൻപുട്ടും ഈ ഒരു TDൻ്റെ ഉള്ളിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെയാണ് TD, ഇവിടെയാണ് സ്റ്റാർട്ടിങ്, ഇവിടെ ക്ലോസിങ്, ഇവിടെ ഒരു സ്റ്റാർട്ടിങ്, ഇവിടെ ഒരു ക്ലോസിങ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്കാണ് ഇൻപുട്ട് ഫീൽഡ് ഉള്ളത്. ഓക്കെ, ആ ഇൻപുട്ട് ഫീൽഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെയിം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇൻപുട്ട് ഫീൽഡ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഇൻപുട്ട് ഫീൽഡും കൊടുത്തിട്ടുണ്ട്. അത് ടൈപ്പ് ടെക്സ്റ്റാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇവിടെ നമ്പറാക്കി കഴിഞ്ഞാൽ അത് നമ്പറായി മാറും. അതങ്ങ് നമ്മൾ പഠിച്ചതാണ്, വെബ് ഡിസൈനിങ്ങിൽ പഠിച്ചതാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പാൻ ടാഗ് ഉണ്ട്. അത് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് ഞാൻ പറഞ്ഞുതരാം. അതപ്പോൾ അവിടെ നിൽക്കട്ടെ. അതായത് നമുക്ക് എററൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു എറർ ത്രോ ചെയ്യുമ്പോൾ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണണ്ടേ, ഒരു എററൊക്കെ ത്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു എലമെൻറ്റ് സ്പാൻ ഉപയോഗിച്ചത്. അത് നിങ്ങൾക്ക് പിന്നീട് കൂടുതലായി വിശദീകരിച്ചു തരാം. ഓക്കെ, വീണ്ടും ഇവിടെ TR എഴുതിയിട്ടുണ്ട്. റോള് കിട്ടാൻ വേണ്ടി ആദ്യം എൻ്റർ പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻപുട്ടാണ്, ഇൻപുട്ട് ഫീൽഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. ആ ഇൻപുട്ട് ഫീൽഡാണ് ഇത്. പിന്നെ നെക്സ്റ്റ് സ്പാൻ, അതും എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എറർ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കാണണ്ടേ, യൂസേഴ്സിന് കാണണ്ടേ, അതിന് വേണ്ടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു TR ഉണ്ട്. TR വെച്ചാൽ ടേബിൾ റോ വൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് TR ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് TDൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ട് എന്താ വെച്ചാൽ ബട്ടൺ ഇൻപുട്ടാണ്. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ടൈപ്പ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ബട്ടണായി കിട്ടും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല. URL ചെറിയ മാറ്റങ്ങളുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ആക്ഷൻ ഉണ്ട്. ആക്ഷൻ ഇപ്പോൾ നമുക്ക് തൽക്കാലം വേണ്ട. കാരണം എന്താ വെച്ചാൽ ആക്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ് ആക്ഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നടക്കുമ്പോൾ വേണ്ട ഒരു സംഭവമാണ്. തൽക്കാലം ഇപ്പോൾ നമുക്ക് വേണ്ട. നമ്മൾ വേറൊരു മെത്തേഡാണ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്, വേറൊരു ആട്രിബ്യൂട്ടാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി.
ഓക്കെ. ദെൻ നമ്മളിവിടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് JS ആണ്, ഇവിടെ index.jsലാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഓക്കെ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റർ നെയിം വെച്ചാൽ ഒന്നുമില്ല, നെയിമിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യണം, അത് ആക്സസ് ചെയ്യണം. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാലിഡേഷൻ കാണിച്ചു കൊടുക്കണം. പ്ലീസ് എൻ്റർ ദ നെയിം, അല്ലെങ്കിൽ എൻ്റർ പാസ്വേഡ്, അല്ലെങ്കിൽ നെയിം ഈസ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. അത് എങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, വാലിഡേഷൻ ആണ്, അതിനെ വാലിഡേഷൻ എന്ന് പറയാം. അതിനുവേണ്ടി നമ്മളിവിടെ നെയിം കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ടിൽ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ നെയിം എന്തിനാ, ഈ നെയിം ആട്രിബ്യൂട്ട് എന്തിനാന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനു വേണ്ടി ഇപ്പോൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡിൽ റൺ ചെയ്തിട്ട് ഇവിടെ കാണിക്കണം. അതിന് വേണ്ടി ഇവിടെ ഒരു ഇവൻറ്റ് ഉണ്ട്, ഇവൻറ്റ് ലിസണർ ഉണ്ട്. ആ ഇവൻറ്റാണ് എന്താണ് ഓൺ സബ്മിറ്റ് എന്ന്. ഓൺ സബ്മിറ്റ് വെച്ചാൽ എന്താ, എപ്പോഴാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്, ഒരു കാര്യം എപ്പോഴാണോ സബ്മിറ്റ് ചെയ്യുന്നത്, സബ്മിറ്റ് വെച്ചാൽ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ, ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ പറയൂലേ, അതുപോലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഓൺ സബ്മിറ്റ് ഉപയോഗിക്കുക. അതെവിടെ ഉപയോഗിക്കുക, ഫോമിലാണ് ഓൺ സബ്മിറ്റ് എന്നുള്ളത് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് എന്ത് ഫങ്ഷനാണോ ആ ഫങ്ഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ സബ്മിറ്റ് ഫോം എന്ന് കൊടുക്കുന്നു, സബ്മിറ്റ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനെ കോൾ ചെയ്യുക ഇവിടെ, എന്നിട്ട് ഇവിടെ തന്നെ റിട്ടേൺ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ടോട്ടലി റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ സബ്മിറ്റ് എന്ന് എഴുതാം. ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്പെക്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊന്ന് കളയാം. ഓക്കെ, HTML ഇപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു എറർ ത്രോ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പോകുന്നുണ്ട് എറർ. ഓക്കെ, ആ എറർ എന്താണെന്ന് വെച്ചാൽ ഓൺ സബ്മിറ്റ് എന്നുള്ളത് എന്താണെന്ന് ഈ പറഞ്ഞ എലമെൻറ്റിന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ JS-ൽ എഴുതിയിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതാണ്, ഫംഗ്ഷൻ സബ്മിറ്റ് ഫോം പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു അലേർട്ട് ഇടാണ്. ഓക്കെ, അലേർട്ട് ഇടും, കാരണം ഇവിടെ എത്തുന്നുണ്ടോ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയാണ് ഞാൻ അലേർട്ട് ഇടുന്നത്. അപ്പോൾ ഞാൻ എൻറ്റേർഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എൻറ്റേർഡ് എന്ന് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും പോയിട്ട് റിഫ്രഷ് ചെയ്യുക, എന്നിട്ടൊന്ന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, കൊടുത്തു, ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിലേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇതുപോലെ തന്നെ കൺസോൾ ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു എറർ ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാവാസ്ക്രിപ്റ്റിൽ എത്തുന്നുണ്ടോ നോക്കുക. അതായത് ഏത് ലൈന് വരെ എത്തുന്നുണ്ട് എന്നുള്ളത് കൺസോൾ ചെയ്തിട്ടോ അലേർട്ട് ഇട്ടിട്ടോ ഇങ്ങനെ പോവുക. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് അലേർട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നോക്കാം. ഓക്കെ, ഇവിടെ എത്തുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത് റിമൂവ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, ആദ്യം എന്താ വേണ്ടത്, സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിനോ എന്നുള്ളത് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ എലമെൻ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആക്സസ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഓക്കെ, നമ്മൾ ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എടുക്കുന്നതിനേക്കാളും നല്ലത്, കാരണം നമുക്കിവിടെ ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നെയിം ഉണ്ട്, ഫോം നെയിം. ആ നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഈ ചൈൽഡ് എലമെൻറ്റിൻ്റെ എന്ത് ചെയ്യാം, വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനുവേണ്ടി ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോമിൻ്റെ നെയിം എന്താണോ, ഫോമിൻ്റെ നെയിം എന്താ, വെസ് ഫോം ആണ്. വെസ് ഫോം എന്ന് ഞാനിവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണോ നെയിം വേണ്ടത് അത് കൊടുക്കുക. വെസ് ഫോം ഡോട്ട് ഏതാണ് നെയിം എടുക്കേണ്ടത്, അതായത് ഇപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഇതിൻ്റെ നെയിമാണ്, അതായത് ആദ്യത്തെ നെയിമാണ് നമുക്ക് എടുക്കേണ്ടത്. ആ നെയിം വെച്ചിട്ട്, അത് ഈ ഇൻപുട്ടിലെ നെയിം, ആ നെയിമിൻ്റെ വാല്യൂ എടുക്കണമെങ്കിൽ ഡോട്ട് നെയിം എന്ന് കൊടുക്കുക. നെയിം എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് ആക്സസ് ആയി കിട്ടും. അതിന് തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. തൽക്കാലം ലെറ്റ് നെയിം എന്ന് കൊടുത്ത് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ നെയിമിനെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ എന്താ സംഭവിക്കാൻ നോക്കാം. അതിനുവേണ്ടി കൺസോൾ ഡോട്ട് ലോഗിൽ നെയിം എഴുതുക. ഓക്കെ, എന്നിട്ട് നെയിം എഴുതിയതിന് ശേഷം പോയി ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺസോൾ ലോഗ് പോവുക. കൺസോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നെയിമിന് എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് കിട്ടി. മനസ്സിലായോ, ഈ ഇൻപുട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അത് ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ കിട്ടണം. ആ വാല്യൂ കിട്ടണമെങ്കിൽ ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ വാല്യൂ എന്ത് ചെയ്യും, ഇതിൽ കിട്ടും. അതായത് നമ്മൾ എന്താണോ അടിച്ചു കൊടുത്തത്, ആ അടിച്ചു കൊടുത്ത സാധനം നമുക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, ഇവിടെ റിഫ്രഷ് ചെയ്യുക ഒന്ന്. ഓക്കെ, കണ്ടോ, ഇവിടെയാണ് കൊടുത്തത്, നമുക്ക് കൊടുത്ത സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വാല്യൂ കിട്ടുക. ഇനി ഓരോന്നിൻ്റെ വാല്യൂ നമുക്ക് എടുക്കണം.
അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ നോക്കുക എന്തിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. നെയിം പാസ്വേഡാണ്, പാസ്വേഡ് എടുക്കുക. ഓക്കെ, ഇൻപുട്ട് പാസ്വേഡ് അല്ലേ, ആ പാസ്വേഡ് എടുത്തതിന് ശേഷം ഇവിടെ പോയി നെയിമിൻ്റെ പകരം പാസ്വേഡ് മീൻസ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വാല്യൂ എടുക്കുക. അപ്പോൾ നെയിമും പാസ്വേഡും നമുക്ക് കിട്ടും. അതിന് ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചാൽ, ഇപ്പോൾ രണ്ടും കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക, റിഫ്രഷ് ചെയ്യുക, ഒന്ന് എന്താ കൊടുക്കുക, ഇവിടെ എന്തെങ്കിലും കൊടുക്കുക. കണ്ടോ, രണ്ടും കിട്ടി. ഇത് പാസ്വേഡാണ്, ഇത് നെയിമാണ്, ഇത് പാസ്വേഡാണ്. ഓക്കെ, നമുക്ക് കിട്ടി. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. എന്താ നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്? നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്വേഡ് അവിടെ ഉണ്ടോ ഇല്ലേ, അത് പാസ്വേഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അതിന് വേണ്ടി നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് കണ്ടീഷൻ എഴുതുക. ഇഫ് കണ്ടീഷൻ എഴുതിയതിന് ശേഷം ഇഫ് കണ്ടീഷനിൽ നോക്കുക, നെയിം ഈക്വൽ എന്താണ് മറ്റേ സ്ട്രിങ്ങിനോടാണെങ്കിലോ, അതായത് നള്ളിനോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു എന്താണ് പ്രിൻ്റ് വേണ്ടത്. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്തൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ ഐ ഡി ഓർമ്മ വെക്കുക. നെയിം ലോക്ക് എന്നാണ്, നെയിം ലോക്ക് എന്നുള്ളത്. അത് നമുക്ക് തൽക്കാലം നെയിം എറർ എന്ന് എന്ത് ചെയ്യാം, ഒക്കെ മാറ്റാം. നെയിം എറർ ഐ ഡി എടുക്കുക. ഐ ഡി എടുത്തതിന് ശേഷം ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഈക്വൽ ആണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഐ ഡി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഐ ഡി എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക, ഐ ഡി നെയിം കൊടുക്കുക. ഡോട്ട് ഇന്നർ HTML എന്ത് ചെയ്യണം, ഇന്നർ HTML നമുക്ക് നെയിം റിക്വയർഡ് എന്ന് കൊടുക്കാം. നെയിം റിക്വയർഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നെയിം റിക്വയർഡ് എന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ നെയിം ഇസ് റിക്വയർഡ് എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. കൊടുത്തതിന് ശേഷം എങ്ങനെ കൊടുക്കുന്നു, ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വരാത്തതിൻ്റെ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫങ്ഷനെ റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ, ഇല്ല, ഒന്നുമേ റിട്ടേൺ ചെയ്യുന്നില്ല. അതിന് വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബൂളിയൻ വാല്യൂ നമ്മൾ ഡിക്ലെയർ ചെയ്യുക ആദ്യം. ഓക്കെ, അത് എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ട്രൂ ആയിട്ടാണ് നമുക്ക് ഇടേണ്ടത്. ഓക്കെ, ട്രൂ ആയിട്ടാണ് ഞാൻ ഡിഫോൾട്ടായിട്ട് ട്രൂ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ഓക്കെ അല്ല, നെയിമിനോട് ഇതാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ ഫോൾസ് ആക്കിയതിന് ശേഷം റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് തന്നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ റിട്ടേൺ ചെയ്യുമ്പോൾ ഇസ് ട്രൂ എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഫങ്ഷൻ ടോട്ടലി റിട്ടേൺ ചെയ്യുന്ന ഒരു ഫോൾസ് ആണ്. ആ ഫോൾസിനെയാണ് നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്തിട്ട് ആ റിട്ടേൺ നമുക്ക് റിട്ടേൺ ആണ്, ഒരു ഫങ്ഷൻ റിട്ടേൺ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ എന്നുള്ളത് നമുക്ക് കൊടുക്കണം. ഓക്കെ, റിട്ടേൺ എന്ന് കൊടുക്കണം. റിട്ടേൺ എന്ന് കൊടുത്തതിന് ശേഷം ആ ഒരു ഫങ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, ദെൻ നമുക്കൊന്ന് പോയി നോക്കി ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്നും വേണ്ട. ഓക്കെ, ഇത് കൊടുത്തു, റിഫ്രഷ് ചെയ്തു. ഓക്കെ, ചെയ്തതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട നെയിം ഇസ് റിക്വയർഡ്. കണ്ടോ, നെയിം ഇസ് റിക്വയർഡ് കണ്ടോ, നെയിം ഇസ് റിക്വയർഡ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഫബിൽ. ഇനി പാസ്വേഡും എന്താണ് ഈ പറഞ്ഞ പോലെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇവിടെ ഓറോ ആൻഡ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്നിച്ചിടാം. അതല്ല, ഇനി ഇവിടെയും എൽസ് ഇഫ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഇഫ് കണ്ടീഷൻ ഇടും. പിന്നെയും ഉണ്ട് പാസ്വേഡ് നോട്ട് ഈക്വൽ എന്തിനോട്, സ്ട്രിങ്ങിനോട് ആണെന്നുണ്ടെങ്കിൽ, ഈക്വൽ ആണല്ലോ, നോട്ട് ഈക്വൽ അല്ല, ഒന്ന് കണ്ടിട്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഈക്വൽ ടു എന്തിനോടാണ്, സ്ട്രിങ്ങിനോട്. അതായത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ഡോക്യുമെൻറ്റ് ഡോട്ട് ഇത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കുക, നെയിം ഇവിടെ ഇൻപുട്ട് സ്പാൻ്റെ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. ഇവിടെ എന്തെങ്കിലും സ്പാൻ ഉണ്ടോ നോക്കുക. ഉണ്ട്, സ്പാൻ്റെ പാസ്വേഡ് ലോക്ക് എന്നാണ്. അപ്പോൾ അതെടുക്കുക. ഐ ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കണം, ഈ ഐ ഡി എന്തിനാ ഇവിടെ കാണിച്ചു കൊടുക്കാനാണ്. ഓക്കെ, ദെൻ ആ ഐ ഡി ഇവിടെ കോൾ ചെയ്തതിന് ശേഷം ഇൻവെച്ചിൽ പാസ്വേഡ് എന്നാക്കി മാറ്റുക. ഓക്കെ, പാസ്വേഡ് ദിസ് റിക്വയർഡ് എന്നാണ്. ഓക്കെ, റിക്വയർഡിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഓക്കെ, ഇപ്പോൾ ശരിയായെന്ന് തോന്നുന്നു. ഓക്കെ, സ്പേസ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, നെയിം ഇസ് റിക്വയർഡ് കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്, എന്തിനാന്ന് വെച്ചാൽ നെയിം കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെ പോയിട്ട്
ആൻഡ് ഇട്ട് കൊടുക്കുക. അതായത് ഈ നെയിമും അതുപോലെ തന്നെ ഇതും ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവും. ഒന്നും കൂടി ഇരുന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും കൂടി റിഫ്രഷ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ആൻഡ് നെയിം ഈസ് റിക്വയർഡ്. ഇനി നമ്മൾ ഇത് ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എന്താണ്, കാരണം എന്താ വെച്ചാൽ ആൻഡ് ആണ് ഇവിടെ ഇട്ടത്, ഓർന്ന് ഇട്ട് കൊടുത്താൽ കാണിച്ചു തരാം. ആൻഡ് ഇട്ടാൽ എന്താണ്, നെയിമും അതുപോലെ തന്നെ പാസ്വേഡും എന്താവണം, മസ്റ്റായിട്ട് ഫില്ല് ചെയ്യാം. എന്നാലും മാത്രമേ എന്ത് ചെയ്യും. ഇല്ല, ഓറിട്ടിൽ ഏതെങ്കിലും ഒന്ന് ഫില്ലായാലും മതി, ഇഷ്യൂസ് ഒന്നുമില്ല, ആ രീതിയിലാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യും, റിഫ്രഷ് ചെയ്യാം. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാൻ നെയിം ഈസ് റിക്കാർഡും വന്നു. പിന്നെ വീണ്ടും ഇതായി കണ്ടോ, രണ്ടും ഏതെങ്കിലും ഒന്ന് മീൻസ് ഫില്ല് ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടിലും കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി കാണിച്ചു തരാം.